അതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പടച്ചവന്റെ ഓർമ്മകൾ ആവാഹിച്ചുകൊണ്ട് അല്ലാഹു നൽകിയിട്ടുള്ള ഖൽബ്, അല്ലാഹു നൽകിയിട്ടുള്ള കണ്ണ്, അല്ലാഹു നൽകിയിട്ടുള്ള ചെകിട്, അല്ലാഹു നൽകിയിട്ടുള്ള കൈകാലുകൾ, മറ്റ് അവയവങ്ങൾ അവനാണ് നൽകിയത്, അവനാണ് നിലനിർത്തുന്നത്, അവനാണ് ആരോഗ്യം തരുന്നത്, അവനാണ് രക്തം തരുന്നത്, അവനാണ് രക്തം മൂട്ടുന്നത്, അവനാണ് നരമ്പുകളുടെ ഉടമ, അവനാണ് നമ്മുടെ എല്ലാം എന്നിട്ട് അവനെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം, അവനെ ചിന്തിക്കേണ്ടതിന് പകരം, അവനെ ഓർത്ത് കരയേണ്ടതിന് പകരം അവന്റെ ശത്രുവായ പിശാചിന്റെ പാവയായി എത്ര കാലം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഹവൻ നഫ്സിന് അടിമപ്പെട്ട് നമ്മൾ കഴിഞ്ഞോ? അത് റമദാനിൽ തന്നെയും സംഭവിച്ചോ? എങ്കിൽ അതോർത്തുകൊണ്ട് അല്ലാഹ് എന്ന് വിളിച്ച് കരയേണ്ട സമയമാണ്. അവനെ വിളിച്ച് കരയേണ്ട സമയം. കരുണ തീരൊക്കെ തീരും, കരുണ എല്ലാം തീരും. കരുണ തീരാത്തൊരു പ്രശ്നമില്ല. ഒരിക്കൽ മദീന പള്ളിയിൽ ഖത്താബ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുത്ത് കയറുമ്പോ കരഞ്ഞോണ്ട് കയറാണ്, പൊട്ടിക്കരയാണ്, ഭയങ്കര കരച്ചില്. അങ്ങനെ നമ്മൾ ഖത്താബ് കരയലില്ല. കാരണം ഖത്താബ് നല്ല ത്രാണിയുള്ള, ശേഷിയുള്ള, മനക്കരുത്തുള്ള, നല്ല ധൈര്യമുള്ള ആളാണ്. പെട്ടെന്ന് അങ്ങനെ കരയൊന്നും. അപ്പൊ അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഉമറേ എന്താ ഇങ്ങനെ ഒരു കരച്ചിലെന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഖത്താബ് പറഞ്ഞു, പടിവാതിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് കരയുണ്ട്, ഓന്റെ കരച്ചിലുണ്ടപ്പോ എന്റെ നെഞ്ച് വളർന്ന് കരയാണ് നബിയെ എന്ന് പറഞ്ഞു. അഹറക ബുകാഉഹു ഫുആദി യാ റസൂലല്ലാഹ്, ഓന്റെ കരച്ചിൽ എന്റെ നെഞ്ചിനെ പിളർത്തി മുത്ത് നബി, അതിനാത്രം കാര്യമുണ്ടോ അല്ലെന്ന് ഒരു ചെറുപ്പക്കാരൻ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമർ അദ്ഖിൽഹു അലയ്യ, ഓനങ്ങോട്ട് കയറ്റിക്കോ, ഇങ്ങോട്ട് വരാൻ പറയാം. ഖത്താബ് ആ ചെറുപ്പക്കാരനോട്, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞ, അന്ന റസൂല വിളിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരൻ തങ്ങളെടുത്ത് നമ്മളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശരീരം വിറച്ച് കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ടുണ്ട്. എന്താ മോനെ എങ്ങനെ കരയണെന്ന് വെച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ദുനൂബി അബ്കത്നി യാ റസൂലല്ലാഹ്, എന്നെ ഇത്രമാത്രം കരയിപ്പിച്ചത് എന്റെ തെറ്റുകളാണ്.